സകല നേതാക്കളും സകല രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സാക്ഷാൽ സുപ്രീം കോടതിയും ഇപ്പോൾ രാഹുലിന്റെ വസതിക്ക് മുന്നിൽ വട്ടം കൂടി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ആറ്റം ബോംബ് കാരണം ഒറ്റ കേന്ദ്രമന്ത്രിയും ഇതുവരെയും വാ തുറന്നിട്ടില്ല. ഭരണം പോകുന്ന കേസാണ് എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് മോദിയും അമിത്ഷായും JP നദ്ദയും അടക്കം ഈ വിഷയത്തിൽ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ശശി തരൂർ മോദിയെ ആട്ടിയോടിച്ച് പാർലമെന്റിന് മുന്നിൽ തന്നെ തമ്പടിക്കുന്നത്. ഒരിക്കലും ഇത്ര പെട്ടെന്ന് തരൂർ തന്നെ ആട്ടിയോടിക്കുമെന്ന് മോദി ഒരിക്കലും കരുതിയില്ല. കോൺഗ്രസിന്റെ കുപ്പായമിട്ട് ഒത്ത BJP-കാരനായിട്ടാണ് ഇക്കഴിഞ്ഞ കുറച്ചു ദിവസം മോദിയും കേന്ദ്രവും BJP-യെയും തരൂരിനെയും ട്രീറ്റ് ചെയ്തത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് പാർലമെന്റിൽ വെച്ച് മോദിയെയും കൂട്ടരെയും വിറപ്പിച്ച് നിർത്തുകയാണ് തരൂർ. ഇന്നലെ വരെ തരൂരിനെ വാഴ്ത്തിപ്പാടിയ സ്ഥിതിക്ക് ഇന്ന് തരൂരിനെതിരെ ഒരു ചെറുവിരൽ അനക്കാനും ഇപ്പോൾ മോദിയെ കൊണ്ട് പറ്റുന്നില്ല. എന്നാൽ ഇവിടെയൊക്കെ സ്റ്റാറായി മാറുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിക്കുന്നത്. ജയിലറ രാഹുലിന് മുന്നിൽ മലർക്ക തുറന്നു വെച്ചിരിക്കുന്ന കേന്ദ്രത്തിന് കിട്ടിയ ഒരു വലിയ അടിയാണ് രാഹുലിന് കിട്ടിയ ജാമ്യം. ജാമ്യത്തിനായി രാഹുൽ കോടതിയിൽ നേരിട്ട് ഹാജരായപ്പോൾ തനിക്ക് മുന്നിൽ തുറന്നിട്ട എല്ലാ ജയിലറയും BJP-ക്ക് കൊട്ടിയടക്കേണ്ടി വന്നു. എന്നാൽ അതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി തന്റെ കയ്യിലുള്ള ആറ്റം ബോംബ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സുപ്രീം കോടതി സാക്ഷി നിർത്തി പൊട്ടിച്ചത്. അതും ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളെ മുഴുവനും സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു രാഹുലിന്റെ ഓരോ കരുനീക്കവും. ഇവിടെ ഒറ്റക്കെട്ടിടം ഫോട്ടോ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഒരു വീടിന്റെ അഡ്രസ് മാത്രം ചേർത്തുകൊണ്ട് 80 വോട്ടുകളാണ് അധികമായി ചേർത്തത് എന്ന്. ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ ഓരോന്നോരോന്നായി രാഹുൽ ഗാന്ധി 7 അടി പൊക്കത്തിലുള്ള കെട്ടുകണക്കിനുള്ള തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ ആ നിമിഷം വരെ ഇന്ത്യ മുന്നണിയുടെ അമരത്ത് നിന്നും രാഹുലിനെ പുറത്താക്കണമെന്ന് പാടിപ്പറഞ്ഞു നടന്ന മമത അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഇപ്പോൾ രാഹുലിന് കൈയടിക്കുകയാണ്. ഡൽഹിയിൽ തോറ്റു തുന്നം പാടിയ കെജ്രിവാൾ പോലും ഇപ്പോൾ രാഹുൽ പറഞ്ഞതാണ് ശരി എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾക്കായി ആദ്യമായി രാഹുൽ നടത്തിയ അത്താഴവിരുന്നിൽ 25 പാർട്ടികളുടെ നേതാക്കളും രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് മടങ്ങിയത്. ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിമർശനങ്ങൾക്കൊപ്പം വോട്ട് കൊള്ളയുടെ വെളിപ്പെടുത്തലും പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ആയുധമാക്കുമെന്നാണ് രാഹുലിന്റെ ആവശ്യം. വിഷയാധിഷ്ഠിതമായി മാത്രം ചെങ്ങാത്തം കൂടുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് സംയുക്ത സമരത്തിന് കിട്ടിയ അവസരം കൂടിയാണിത്. 11-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ ഡൽഹിയിലെ നിർവാചൻ സദനിലേക്ക് ഇന്ത്യ സഖ്യം MP-മാരുടെ പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വോട്ടുകൊള്ളയെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ മുദ്രാവാക്യമായി പ്രഖ്യാപിക്കുകയാണ്. നരേന്ദ്രമോദി വോട്ടുകൊള്ളയിലൂടെ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയാണ് എന്ന് വ്യാപക പ്രചാരണം നൽകാനും കോൺഗ്രസ് ഒരുക്കം തുടങ്ങി. ഇവിടെയൊക്കെ പൂർണ്ണ പിന്തുണയാണ് ഇന്ത്യ സഖ്യം രാഹുലിനും കോൺഗ്രസിനും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.